ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. ഇംഗ്ലീഷ് എന്ന വിഷയമാണല്ലോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്, അതായത് +2 ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റാണ്. ഈ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവരായിരിക്കും നമ്മുടെ ക്ലാസ് ലീഡർ. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിലും എൻ്റെ കൂടെ വരേണ്ടത് അവരായിരിക്കും. അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ബോർഡിൽ എഴുതാം. നിങ്ങൾ നോക്കിയിട്ട് പുറകിലെ മറ്റോ എഴുതിയാൽ മതി. കാലൻ അതും പറഞ്ഞ് ബോർഡിൽ ചോദ്യങ്ങൾ എഴുതാൻ തുടങ്ങി. ഞങ്ങൾ ആറും ഇറങ്ങി ഓടിയാലോ എന്ന രീതിയിൽ ഇരുന്നു. ക്ലാസ്സിലെ പെൺകോഴികളല്ലേ ഉറങ്ങിക്കിടന്ന് പഠിപ്പിസ്റ്റ് സടകുടഞ്ഞ് എഴുന്നേറ്റു. എടി ടെസ്റ്റ് +2 കോപ്പി അടിച്ച നമ്മളോടാണോ ബാല? ലച്ചു ഇരുന്ന് നെടുവീർപ്പിടുന്നു. നമ്മൾ എന്തിന് പേടിക്കണം? ചേട്ടായി പറഞ്ഞത് കേട്ടില്ലേ? ക്ലാസ് ലീഡർ ആവാൻ നമുക്ക് താല്പര്യമില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് കോപ്പി അടിക്കാടി. അതും പറഞ്ഞ് ശിവ ഉത്തരം എഴുതാൻ തുടങ്ങി. എക്സ്ക്യൂസ് മീ. ആ ലാസ്റ്റ് ബെഞ്ചിലുള്ള ആ അനന്യ കടം ഡു ഫസ്റ്റ് ബെഞ്ച്. ശ്രീവിദ്യ കം ടു സെക്കൻഡ് ബെഞ്ച്. ആൻഡ് അമയ കം ടു തേർഡ് ബെഞ്ച്. അനാമിക കം ടു ഫോർത്ത് ബെഞ്ച്. ശിവയും ലച്ചുവും ചിരി കടിച്ചു പിടിച്ച് നിന്ന് ഞങ്ങളാണോ എന്ന അവസ്ഥയിലായിരുന്നു. എന്തൊക്കെയായിരുന്നു? കോപ്പി അടിക്കുന്നു, മലപ്പുറം കത്തി, അപ്പും അമ്പും വില്ലും. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ബുക്ക് എടുത്ത് അങ്ങോട്ട് നടന്നു. അപ്പോഴാണ് ക്ലാസ്സിലേക്ക് അളിയനും അമൽ സാറും കുറച്ച് ബഹുമാനം നല്ലതാ വന്നത്. ഇവരെന്താ ഇവിടെ? എന്താ കാല? ഒന്നുമില്ല സാർ, ചോദ്യം വേഗം എഴുത് എന്ന് പറഞ്ഞതാ. ഞാൻ നിസ്കുവായി. കാലൻ എന്നെയൊന്ന് ഇരുത്തി നോക്കി. എന്നിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു. ഇന്ന് രാവിലെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ കവിളിൽ തിണർത്ത പാട് പോയി കാണുവോ എന്നായിരുന്നു ചിന്ത. എന്തോ അവളുടെ വേദന നിറഞ്ഞ പുഞ്ചിരി നെഞ്ചിന് കൊളുത്തി വലിക്കും പോലെ. ക്ലാസ്സിൽ എത്തിയതും കണ്ടു അവളുടെ ഗ്യാങ്ങിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ശിവയുമുണ്ട്. ഇവൾ എന്താ ഇവരുടെ കൂടെ? പിന്നെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കത്തിയടിക്കുന്നു. ഞാൻ എന്നൊരാൾ ഇവിടെ ഉണ്ട് എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഞാൻ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ മുഖം ഒന്ന് കാണണം. തല തല്ലി ചിരിക്കാൻ തോന്നി. അങ്ങനെയായിരുന്നു എക്സ്പ്രഷൻ. പിന്നെ മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നപ്പോഴാണ് ഞാനത് കേട്ടത്. എൻ്റെ പുന്നാര അനിയത്തിയുടെ ബുദ്ധി കോപ്പിയടി. ക്ലാസ്സിൽ ഞാൻ സ്ട്രിക്റ്റാണ്. അവിടെ അനിയത്തിയും അനിയനും ഒന്നുമില്ല. അവരോട് 2 പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിക്കാനാണ് ആദ്യം തോന്നിയത്. പിന്നെ ഒരു പണി കൊടുക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നിലിരുത്തിയത്. പിന്നെ നമ്മുടെ സായൂജിൻ്റെ ലവ് അറ്റ് ഫസ്റ്റ് സെറ്റിനെ 2ാമത്തെ ബെഞ്ചിലും. അമലിൻ്റെ പെണ്ണിനെ പറയാൻ മറന്നു. നമ്മുടെ അമലിന് വാവച്ചിയെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ കള്ളച്ചിരിയും കണ്ണിലെ തിളക്കവും. കൊച്ചു കള്ളൻ. പക്ഷേ അന്നത്തെ ആ വീഴ്ചയിലില്ല അവൻ വാവച്ചിയെ ആദ്യമായി കാണുന്നത്. 3ാമത്തെ ബെഞ്ചിലും അവരുടെ കൂട്ടത്തിലെ അനാമികയെ 4ാമത്തെ ബെഞ്ചിലും ഇരുത്തി. ആദ്യത്തിനേക്കാൾ വലിയ എക്സ്പ്രഷനിലായിരുന്നു നമ്മുടെ കുട്ടി ബോംബ്. അപ്പോഴാണ് സയുവും കിച്ചുവും അമലിനെയാണോ വരുന്നത്? അപ്പോഴാണ് അവരുടെ കോറസ് കേട്ടത്. എന്താ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി ബോംബ് വേഗം ചോദ്യം എഴുതാൻ. എന്തൊക്കെ കേൾക്കണം? ഇത്രയും നേരം കോപ്പി അടിക്കാൻ എന്നും പറഞ്ഞ് നിന്ന പെണ്ണാ. ഞാൻ അവളെ ഒന്ന് നോക്കിയിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു. എന്താടാ നിനക്കൊന്നും ഇന്ന് ക്ലാസ്സിൽ പോണ്ടേ? ഞാൻ അവരോട് ചോദിച്ചു. അല്ലടാ, ക്ലാസ് ഇന്ന് ക്വസ്റ്റ്യൻ കൊടുത്ത് ഇങ്ങ് പോന്നതാ. നിനക്ക് വല്ല ഹെൽപ്പും വേണോ? നീ ഇന്നലെ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? സായി നിസ്കുവായി. യോ വേണ്ട, മക്കൾ ചെന്നാട്ടെ. ഈ ക്ലാസ്സിൽ രണ്ടിൻ്റെയും കണ്ണ് വേണ്ട. അവറ്റങ്ങൾ ടെസ്റ്റ് എഴുതിക്കോളും. അവൻ വന്നിരിക്കുന്ന സഹായിക്കാൻ.
അല്ലാണ്ട് അവന് ശ്രീവിദ്യയെ വായി നോക്കാനല്ല. എടാ, നീ ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യടാ. ആരും കോപ്പി അടിക്കൂല. ഞങ്ങളുണ്ടേ, കിച്ചു നിസ്കൂവമായി പറഞ്ഞു. വേണ്ട, വേണ്ടാത്തോണ്ടാ. പോയേ. പിന്നെ നീ അവളോട് സോറി പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ സായുവിനോട് പറഞ്ഞു. അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി അവന്മാർ പോയി. കാലൻ എന്തൊക്കെയോ അവരോട് സംസാരിച്ചു തിരിഞ്ഞു വന്ന് ചോദ്യം എഴുതി. അമ്മോ, നീ പേടിക്കുക ചെയ്യരുത്. കാലൻ പറഞ്ഞത് കേട്ടില്ലേ? ക്ലാസ് ലീഡർ ആവാനാണ്. അത് നമുക്ക് നടക്കില്ല. ഇംഗ്ലീഷ് ഗ്രാമർ പോലും ശരിക്കും അറിയാൻ പാടില്ല. എക്സാമിൽ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയും എഴുതി ഒപ്പിച്ചതല്ലേ. ക്ലാസ് ലീഡർ ഒരു കാരണവശാലും ആവരുത്. നീ ചോദ്യം മാത്രം എഴുത്. കാലൻ ചോദ്യം എഴുതി തിരിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദ്യം എഴുതി വെച്ചു. സമയം കടന്നു നീങ്ങി. 5 ചോദ്യത്തിന് ഉത്തരം ഞാൻ എഴുതി. ബാക്കി അവിടെ വെച്ച്. പിന്നെ ഉത്തരപേപ്പർ കളക്ട് ചെയ്തു. അപ്പോഴേക്കും ബെല്ലടിച്ചു. സാർ പോയി. ഞങ്ങൾ 4 ബാക്ക് ബെഞ്ചിലേക്ക് ഓടി. അവിടെ എത്തിയപ്പോഴാണ് സമാധാനമായത്. ശ്രീവിദ്യ ആരാ? ഒരു പെണ്ണ് അവിടെ വന്ന് ചോദിച്ചു. ഞാനാ. എന്താ? ശ്രീ അവളോട് അടുത്തേക്ക് നടന്നു. കൂടെ ഞങ്ങളും. സായൂജ് സാറിന് ഭയങ്കര തലവേദന. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. താനല്ലേ ഈ ക്ലാസ് ലീഡർ? തന്നോട് സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് താനാണ് എടുക്കേണ്ടത്. അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അവൾ പോയി. എടാ, സായു ഏട്ടന് എന്തു പറ്റി? തലവേദന ആണെന്നല്ലേ പറഞ്ഞേ? നല്ല തലവേദന ആവുമോ നീ? അതും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. ദേ അവരൊക്കെ നോക്കുന്നു. നീ മണ്ടിയാണോ? ഇന്നലത്തെ കാര്യത്തിന് സോറി പറയാനാകും ഏട്ടനെ എനിക്കറിയാം. നീ പോയിട്ട് വാ. അതും പറഞ്ഞ് ശിവ സീറ്റിൽ പോയിരുന്നു. അതെ, മറക്കല്ലേ. സോറി പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ ഇങ്ങ് പോരണേ. ഞാൻ പറഞ്ഞതും അവൾ തലയാട്ടി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ശ്രീ സ്റ്റാഫ് റൂമിൽ അടുത്തെത്തിയതും ആരോ അവളെ വാ പൊത്തി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അവൾ തിരിഞ്ഞു നോക്കിയതും മുന്നിൽ സായു. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. എന്താ സായു ഏട്ടാ, പേടിച്ചു പോയല്ലോ? അവൾ പറഞ്ഞു കഴിഞ്ഞാണ് പറഞ്ഞത് എന്താണെന്ന് ഓർത്തത്. നീ എന്താ വിളിച്ചേ? സായു ഏട്ടനെന്ന് മീകളോടെ ചോദിച്ചു. അത് പിന്നെ സോറി സാർ, അവൾ വിക്കലോടെ പറഞ്ഞു. സായുവിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവളുടെ ആ വിളിയിൽ. ഇറ്റ് ഈസ് ഓക്കെ, ഞാൻ പറഞ്ഞു. സാർ, എന്താ പറ്റിയേ? തലവേദന ആണെന്ന് പറഞ്ഞല്ലോ. വെള്ളം വേണോ സാർ? ഹോസ്പിറ്റൽ പോണോ? അവൾ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഏയ് വേണ്ടടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ തന്നോടൊരു കാര്യം പറയാൻ വിളിച്ചതാ, സായു പറഞ്ഞു. സോറി, ഇന്നലെ ആ എസ്ട്രലിമിലി സ്റ്റോറി, അവൻ കണ്ണു നിറച്ചു പറഞ്ഞു. ഏയ് അതൊന്നും സാരമില്ല സാർ, കണ്ണു തുടക്ക്. അവൾ അതും പറഞ്ഞ് അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അപ്പോൾ തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അവൻ കണ്ണ് തുടച്ചു കൊണ്ട് ചോദിച്ചു. ഇല്ല, അറിയാതെ പറ്റിയതല്ലേ, സാരമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പ്രശ്നമില്ലല്ലോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. ഇല്ല സാർ, അവൾ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. അവനും ഒന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നടന്നു. ശ്രീ കവിളിൽ അമർത്തി മുത്തി. അവൾ ദേ ഈ എക്സ്പ്രഷനിൽ നിന്നും അവൻ അവളെ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു. ഇതേ സമയം മറ്റൊരിടത്ത്. ഡാ, എന്താ നിന്റെ തീരുമാനം? അവൾമാരെ വെറുതെ വിടാനാണോ? ദിയ അടുത്തിരിക്കുന്ന അരുണിനോട് ചോദിച്ചു. നിനക്ക് അങ്ങനെ തോന്നിയോ? ഈ അരുൺ ആരാണെന്ന് അവൾക്കറിയില്ല. എന്തായാലും എനിക്ക് ആ അനന്യയെ നന്നായി അങ്ങ് ബോധിച്ചു. അരുൺ അവളെ ഒന്ന് തൊട്ടതിന് കിട്ടിയതല്ലേ ഇതൊക്കെ. ഇനി അവൾ എൻ്റെ പെണ്ണായിരിക്കും. പെണ്ണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതകാലം മുഴുവൻ വേണ്ട. ഒരു ദിവസത്തേക്ക് അത് അവൾ തന്നെ വരും. അല്ലേ, ഞാൻ വരുത്തും. അരുൺ തൻ്റെ ദേഹത്തെ മുറിവുകളിലേക്ക് നോക്കി ക്രൂരമായി ചിരിയോടെ പറഞ്ഞു. പിന്നെ നീ കുറേ വരുത്തും ഞാൻ. അപ്പോൾ അവനെ ആ ആർണവ് അവൻ ഓരോയൊരു ശിക്ഷയേ ഉള്ളൂ, മരണം. ഇനി ഒരുത്തനും അരുണിനെ തൊടാൻ പാടില്ല. എടാ, പിന്നെ ആ പെണ്ണില്ലേ, അമ്മയെ, അവളെ നമ്മുടെ രുദ്രൻ നോട്ടമിട്ടിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ നന്ദനയെ നമ്മുടെ അനന്തവും. പിന്നെ ആ പെണ്ണില്ലേ നിന്നോട് തറുതല പറഞ്ഞവൾ?
ശ്രീവിദ്യ, അവൾ കൊള്ളാം. അവളുടെ അഹങ്കാരം തീർക്കാൻ ഞാൻ തന്നെയാണ് ബെസ്റ്റ്. അമൽ ഒരു തരം ചിരിയോടെ പറഞ്ഞു. അവളുമാർ ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ രുദ്രൻ്റെയും അനന്തുവിൻ്റെയും കാര്യം അവരെ നമ്മുടെ സൈഡിൽ കൊണ്ടുവരണം. കുറേ ആയില്ലേ ഒരു കേസിൽ പേരിൽ വഴക്കിട്ടിട്ട്? അരുൺ, അല്ലടാ, അവർക്കിട്ട് എങ്ങനെ പണി കൊടുക്കും? ഒരു പണി മതി, പക്ഷേ അത് എല്ലാവരെയും ബാധിക്കുന്നതാവണം. എന്തു ചെയ്യും പറ? സോദി, നീ എന്താടി പൊട്ടിയാണോ? അമൽ ഈർഷ്യത്തോടെ ചോദിച്ചു. സോദി അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. എടി, ഈ ഒരു ചെറിയ നേരത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ഞാൻ പറയട്ടെ? അമൽ അവനോട് ചോദിച്ച്. അവർ സംശയത്തോടെ അവനെ നോക്കി. എടാ, അവൾമാർക്ക് തമ്മിൽ നമുക്ക് അളക്കാൻ പോലും ആവാത്തത്ര സ്നേഹമാ. നീ ആ അനന്യയുടെ താമസം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് ആരാ? ശ്രീവിദ്യ അല്ലേ? അപ്പോൾ അവൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന്. അപ്പോഴും അനന്യ ഒന്നും മിണ്ടിയില്ല. അതുപോലെ തന്നെ നിന്നെ ഒരടി ആ അമ്മയെയും അടിച്ചു. അവർക്ക് ഒരാൾക്ക് എന്തേലും പ്രശ്നം വന്നാൽ അത് എല്ലാവരെയും ബാധിക്കും. അമൽ, അതൊക്കെ ശരിയാ. പണി എന്താണെന്നാ പറ? ദിയ, എടി, അവർ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പണി. അതും പറഞ്ഞ് അവൻ അവരോട് അവൻ്റെ കുരുട്ടുബുദ്ധിയിൽ വിരിഞ്ഞ പണി പറഞ്ഞു. ഇത് കൊള്ളാം. ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്തതാ. പക്ഷേ എനിക്കിങ്ങനെ അടി കിട്ടാൻ കാരണം അവരല്ലേ. ഇത് മതി. അതും പറഞ്ഞ് അരുൺ ക്രൂരമായി ചിരിച്ചു. കൂടെ ബാക്കി 3 പേരും. ശ്രീക്ക് സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം വേണ്ടി വന്നു. സ്വാഭാവികം. സ്വബോധം വന്നതും അവൾ ക്ലാസ്സിലേക്ക് നടന്നു. സായുജിൻ്റെ മൊത്തത്തിൽ അവരോട് പറയേണ്ടെന്ന് തീരുമാനിച്ചു. ഇതുവരെ ഒന്നും നിങ്ങളോട് പറയാതെ നിന്നിട്ടില്ല. പക്ഷേ എന്തോ ഇത് പറയാൻ തോന്നുന്നില്ല. എന്നിട്ട് വേണം എന്നെ നിങ്ങൾ വാരാൻ. അമ്മ പ്രത്യേകം പറഞ്ഞതാ ഒന്നും മിണ്ടാതെ പോരാൻ. ഛേ, ഇനി അയാളെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് അയാളല്ലേ ഉമ്മിച്ചേ. എനിക്കെന്താ നോക്കുന്നേന്? വേറെ ആരേലും ആണെങ്കിൽ ചെവിക്കല്ല് നോക്കി ഒന്ന് ഞാൻ പൊട്ടിച്ചേനെ. ഇതിപ്പോൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ക്ലാസ്സിലെത്തി. അവർ ചോദിച്ചപ്പോൾ സോറി പറഞ്ഞു. ഞാൻ തിരിച്ചെങ്ങും പോന്നു എന്ന് കള്ളം പറഞ്ഞു. ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ശ്രീ കയറി വന്നത്. അവളോട് എന്തായി എന്ന് ചോദിച്ചപ്പോഴാണ് സോറി പറഞ്ഞു എന്നും അവൾ ഒന്നും പറയാതെ ഇങ്ങ് പോന്നു എന്നും പറഞ്ഞു. പക്ഷേ എനിക്കത്ര വിശ്വാസമായില്ല. ഞാൻ വീണ്ടും ചോദിക്കാൻ നോക്കുമ്പോൾ അതാ വരുന്നു മേക്കപ്പ് ബോക്സ്. പിന്നെ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. ഞാൻ ശിവയുടെ തോളിൽ തല വെച്ച് കിടന്ന് ഇടയ്ക്കുറങ്ങും. അപ്പോൾ അവൾ തട്ടി വിളിക്കും. ഇത് തന്നെ പണി. ലാസ്റ്റ് ബെഞ്ച്. രണ്ടാമത്തെ കുട്ടി പറയൂ, എന്താ ഞാൻ ഇപ്പോൾ തന്നത്? ടെൽമി. മേക്കപ്പ് ബോക്സ് ബെഞ്ചിൽ അടിച്ച് ചോദിച്ചു. എന്നോടാണോ? അതുവരെ ശിവയുടെ തോളിൽ കിടന്നുറങ്ങിയ ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പന്നക്കിളിവേ, ഒന്ന് സമാധാനിച്ച് ഉറങ്ങാനും സമ്മതിക്കില്ല. ഡെൽമി. മേക്കപ്പ് ബോക്സ് അലറുന്നു. ഇവരിത് എന്തുവാടി പറയണേ? ഞാൻ ലച്ചുവിനോടാ ചോദിച്ച്. എടി, നിന്നോട് ചോദ്യം ചോദിച്ചു. ഇതുവരെ എന്നെന്നാ പഠിച്ചതെന്ന് അവൾ സത്യം എന്നോട് പറഞ്ഞു. പകച്ചു പോയെൻ്റെ ബാല്യം. ഇത്രയും സമയം ശിവയുടെ തോളിൽ കിടന്നുറങ്ങിയ എന്നോടാ ബാല. ഞാൻ പതിയെ എഴുന്നേറ്റ് നിന്നു. സാർ, ഒന്നുകൂടി പറയാവോ ചോദ്യം? നിന്നോട് ചോദ്യമല്ല ചോദിച്ചത്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തന്നത്? മേക്കപ്പ് ബോക്സ്. സാർ, ഗ്രാമർ അല്ലേ? ഞാൻ നിസ്കുവായി പറഞ്ഞു. ക്ലാസ്സിൽ ഒരു കൂട്ടച്ചിരി ഉയർന്നു. എന്തിനാടി ഇവരൊക്കെ ഇങ്ങനെ കിണക്കണേ? ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? ഞാൻ ശബ്ദം താഴ്ത്തി ഗ്യാങ്ങിനോട് ആസ്കി. എടി, ഇത് കെമിസ്ട്രിയാ. ശ്രീ ചിരി ഒരുവിധം കടിച്ചു പിടിച്ച് പറഞ്ഞു. ഈശ്വരാ, തീർന്നു. ഞാൻ നമ്മുടെ മേക്കപ്പ് ബോക്സിനെ നോക്കി. പുട്ടി ഇട്ട മുഖം ചുവന്നു വരുന്നു. ഗെറ്റ് ഔട്ട്. കേൾക്കേണ്ട താമസം. ഞാൻ ഓടി. മേഡം ചെയ്തത് എന്താ? അവളെ പുറത്താക്കിയല്ലേ? ശ്രീ ഓൺ കലിപ്പ്. അതിനെന്താടി മേക്കപ്പ് ബോക്സ്?
എന്നാൽ പിന്നെ ഞങ്ങളും വിട്ടൂടെ? ക്രോസ് ഗെറ്റ് ഔട്ട് വീണ്ടും അലർച്ച. താങ്ക് യു മിസ്. അവർ അതും പറഞ്ഞ് കയ്യിൽ കരുതിയ കൂളിംഗ് ഗ്ലാസ് വെച്ച് പുറത്തേക്ക് നടന്നു. പുറത്ത് അവരെ കാത്ത് അമ്മ ഉണ്ടായിരുന്നു. വാ പോകാം. അതും പറഞ്ഞ് അമ്മ നേരെ ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നു. പുറകെ അവരും. എടി എനിക്ക് എന്തോ ഒരു ടെൻഷൻ, വാവച്ചി കടലയ്ക്ക് കടിച്ച് പറിച്ചു കൊണ്ട് പറഞ്ഞു. എന്ത് ടെൻഷൻ? അതറിയൂല, വാവച്ചി പറഞ്ഞു. ഞാൻ ചിക്കു അകത്താക്കുന്ന തിരക്കിലാണ്. ഡി വാവാ, ഇനി ലാസ്റ്റ് ക്ലാസ് ഇതൂടെ കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ബെല്ലടിക്കുന്നത് കേട്ട് ലച്ചു പറഞ്ഞു. ഇന്ന് കിളവൻ മധു ഇല്ലടി ലീവാണ്. അടുത്ത ലാബ് കൂടി കഴിഞ്ഞു. ഡി അമ്മു, നീ വരുന്നില്ലേ? ലച്ചു. ഒരു മിനിറ്റ്. അതും പറഞ്ഞ് ഞാൻ ചിക്കു ബാക്കി കൂടി കുടിച്ചു. എനിക്ക് ഭക്ഷണം പായാക്കുന്നത് ഇഷ്ടമല്ല. ക്ലാസ്സിലെത്തിയതും അമൽ സാർ വന്നു. ഹൈ സ്റ്റുഡൻസ്, ഇന്ന് ക്ലാസ് എടുക്കാൻ ഒരു മൂഡില്ല. നമുക്ക് കുറച്ച് ചാപ്റ്റർ അല്ലേ ഉള്ളൂ, അത് വേഗം എടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു GK നടത്താം. എനിക്ക് നല്ല താല്പര്യമുള്ള വിഷയമാണ് GK. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സംബന്ധിച്ച ചോദ്യങ്ങൾ, നമ്മുടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അങ്ങനെ LKG കുട്ടികൾക്ക് വരെ അറിയാവുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഒരു പേപ്പർ എടുത്തോ. പിന്നെ ലാസ്റ്റ് ബെഞ്ച് അമയ, ഫസ്റ്റ് ബെഞ്ചിലെ വാ. ആഹാ സാർ, അതാ GK ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വാവച്ചി നേരെ മുന്നിലേക്ക് വിട്ടു. നമ്മുടെ മുഖ്യമന്ത്രി. അയ്യേ, ഇതൊക്കെ എന്ത് ചോദ്യം? പ്രധാനമന്ത്രി. അങ്ങനെ 10 ചോദ്യം ചോദിച്ചു. ഞാൻ തകർത്തു ഉത്തരം എഴുതി. ഇതൊക്കെ ഒരു ചോദ്യമാണോ? എനിക്ക് ഒരു പേടി വാവച്ചിയുടെ കാര്യത്തിനാണ്. കുരിപ്പിന് GK അറിയില്ല, എന്നാലും സിമ്പിളല്ലേ, അവൾ എഴുതിക്കോളും. ഒന്നാമത്തെ എത്ര വലിയ ചോദ്യമാണെങ്കിലും ഈ ചോദ്യം 2 ചോദ്യം അവളുടെ ഉത്തരം എത്ര ചോദിച്ചാലും തെറ്റിച്ചോ പറയൂ ശവം. പിന്നെ പേപ്പർ കളക്ട് ചെയ്തു. ഞാൻ നമ്മുടെ വാവച്ചിയെ നോക്കിയപ്പോൾ ടെൻഷൻ അടിച്ച് നിൽപ്പുണ്ട്. അയ്യേ, വെരി ചെറിയ ചോദ്യങ്ങൾ. ഇതിനും ടെൻഷൻ? ലുക്ക് സ്റ്റുഡൻസ്, അമയ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. സാർ, ഇതെന്താ സംഭവം? എന്താ സാർ? വാവാച്ചി. തനിക്ക് 8 മാർക്കാണ്. എല്ലാവരും തെറ്റിച്ച ചോദ്യത്തിന് താൻ ഉത്തരം എഴുതി. പക്ഷേ എല്ലാവരും ശരിയാക്കിയ 2 ഉത്തരം. തൻ്റെ തെറ്റിച്ച അമൽ ചിരി കടിച്ച് പിടിച്ച് പറഞ്ഞു. ഈ കുട്ടിയെ 2 ഉത്തരം ഞാൻ വായിച്ചു തരാം. അമൽ. സാർ, നാറ്റിക്കരുത്. വാവാച്ചി അമലിന് കേൾക്കാൻ പാകത്തിന് ശബ്ദം കുറച്ച് പറഞ്ഞു. അമൽ അവളെ നോക്കി ചിരിച്ചു. ഒന്നാമത്തെ ചോദ്യത്തിന് മുഖ്യമന്ത്രി. ഈ കുട്ടി എഴുതിയ ഉത്തരം PK രാമദാസ് എന്ന വൻമരം. അത് കേട്ടതും കുട്ടികൾ എല്ലാവരും തല അടിച്ച് ചിരിക്കാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, ഞാൻ വരെ വയറും പൊത്തി ചിരിച്ചു. വാവാച്ചി ഞങ്ങളെ നോക്കി പെട്ട് എന്ന രീതിയിൽ നിന്നു. രണ്ടാമത്തെ ചോദ്യം പ്രധാനമന്ത്രി. അതിനുത്തരം നരേന്ദ്രമന്ത്രി. ഇത് ആരെന്ന് എനിക്ക് മനസ്സിലായില്ല. സാർ ദയനീയമായി സ്റ്റുഡൻറ്റിനെ നോക്കി. സാർ, അത് പെട്ടെന്ന് എഴുതിയത് കൊണ്ട് മാറിപ്പോയതായിരിക്കും. അതിന് ഇത്രയും കുട്ടികളുടെ മുന്നിൽ നിന്ന് ഇൻസൾട്ട് ചെയ്യണോ? പരിചിതമില്ലാത്തൊരു ശബ്ദം കേട്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കി. ആഹാ, മുറ്റത്തൊരു സുന്ദരൻ. കൂട്ടത്തിൽ സോദി, ദിയ, അമൽ, പിന്നെ വേറെ ഒരു ചേട്ടൻ. ഹു ആർ യു? അമൽ. സാർ, ഞങ്ങൾ സീനിയേഴ്സാണ്. ഞാൻ രുദ്രൻ മോഹൻ. മേ ഐ? ആ സുന്ദരൻ ആസ്കിൻ. യെസ്, കുട്ടി ഇരുന്നോളൂ. വാവാച്ചി അതൊന്നും കേട്ടില്ല. അവൾ ആ സുന്ദരനിൽ കുടുങ്ങിയിരിക്കുകയാണ്. സാർ, ഞങ്ങൾ ഫ്രഷേഴ്സ് ഡേയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ്. അപ്പോഴാണ് ഈ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യും പോലെ തോന്നിയത്. അതാണ് പ്രതികരിച്ചത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നാളെയാണ് ഫ്രഷേഴ്സ് ഡേ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഗേൾസ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ
സ്വാതിയും ദിയയും പറഞ്ഞു തരും. ബോയ്സിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം. അതും പറഞ്ഞ് രുദ്രനും അമലും നേരെ ബോയ്സിൻ്റെ സൈഡിലേക്ക് പോയി. പോകുമ്പോൾ വാവച്ചിയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അവൾ തിരിച്ച് മനോഹരമായി പുഞ്ചിരിച്ചു. ഇതൊക്കെ കണ്ട് നമ്മുടെ അമലിന് പെരുത്തു കയറി. പക്ഷേ അവൻ കൺട്രോൾ ചെയ്തു നിന്നു. അപ്പോൾ ഗേൾസ്, നമുക്ക് ഫ്രണ്ട്സേഴ്സ് ഡേ പൊളിക്കണ്ടേ? എല്ലാവരും നാളെ വരുമ്പോൾ എല്ലാവരും നിർബന്ധമായും സാരി ഉടുക്കണം. സാരി ഉടുക്കാതെ ആരും വരാൻ പാടില്ല. അപ്പോൾ നാളെ കാണാം. അതും പറഞ്ഞ് സ്വാതിയും ദിയയും നമ്മളുടെ ഗ്യാങ്ങിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പോയി. കൂടെ അമലും. ഇപ്പോൾ രുദ്രൻ മറ്റേ ചേട്ടനും മാത്രമേ ക്ലാസ്സിലുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്തു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് നാളെ അടിപൊളി ആക്കണം. ലച്ചുവിനെ നോക്കി അത്രയും പറഞ്ഞ് നന്ദുവും അനന്തവും ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോയി. രുദ്രൻ വാവച്ചിയോട് അടുത്തേക്ക് നടന്നു. എടോ, തൻ്റെ ഉത്തരമൊക്കെ ഞാൻ കേട്ടു. എന്തായാലും ലാസ്റ്റ് ഉത്തരം കലക്കി. തൻ്റെ പേര് എന്താ? രുദ്രൻ അമ്മയോട് ചോദിച്ചു. അമ്മയാ? അതെ രുദ്രേട്ടാ. അയ്യോ, അവൾ വിളിച്ചതോർത്ത് നാക്ക് കടിച്ചു. ഏയ്, അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. രുദ്രൻ ഓക്കെ. അതെ രുദ്രേട്ടാ, ഉത്തരം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാമായിരുന്നു. പിന്നെ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. ഒന്നാമത്തെ ഉത്തരം ഇന്നലെ കണ്ട ലൂസിഫർ സിനിമയാ ഓർമ്മ വന്നേ. വാവാച്ചി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ആടോ, അപ്പോൾ ശരി, നാളെ കാണാം. അതും പറഞ്ഞ് രുദ്രൻ പോയി. ഇതൊക്കെ കണ്ടു നിന്ന് അമലിൻ്റെ കണ്ണു ചുവന്നു വന്നു. അവൻ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി.